ദൈവത്തിൻ്റെ ദിവരിഷ്ടമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദക്ഷിണ കേരള മഹായിടവക CSI മാങ്കുളം സഭയായി നടത്തപ്പെടുന്ന ലണ്ടൻ മെഡിറ്റേഷൻ എന്ന് പറയുന്ന വചനധ്യാനത്തിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇത്തരത്തിലേക്ക് ഒരു അവസരം ഒരുക്കി നൽകിയ സുമജ് സുവിശേഷകരോടും സഭാ കമ്മിറ്റി അംഗങ്ങളോടും യുവജന സഖ്യത്തിലെ പ്രതിനിധികളോടുമുള്ള സ്നേഹത്തെയും ഈ സമയത്ത് അറിയിക്കട്ടെ. ഒരിക്കൽ ഒരു കുഞ്ഞ് മാതാപിതാക്കളോടൊപ്പം കടൽക്കരയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി എത്തിയ ഒരു തിര തിരികെ പോയത് ഈ കുഞ്ഞിനെയും കൊണ്ടായിരുന്നു. മാതാപിതാക്കൾ വളരെയധികം സങ്കടപ്പെട്ട് തങ്ങളാൽ ആവുന്ന രീതിയിൽ കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ട് ശ്രമിച്ചു. എങ്കിലും അതിന് സാധ്യമാകാതെ പോയ നിമിഷങ്ങൾ. ആ ഒരു സാഹചര്യത്തിൽ തന്നെ കരയിൽ നോക്കിക്കൊണ്ടിരുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ വളരെയധികം വേഗത്തിൽ തന്നെ ഈ തിരമാലകളെല്ലാം ഭേദിച്ചുകൊണ്ട് കടലിൻ്റെ ആഴത്തട്ടിലേക്ക് എടുത്തു ചാടുകയുണ്ടായി. ചില നിമിഷങ്ങൾക്ക് ശേഷം കുഞ്ഞുമായിട്ട് അദ്ദേഹം കരയിലേക്ക് കയറി വരുന്ന ഒരു കാഴ്ച കണ്ടു. അവിടെയും തീർന്നില്ല. അദ്ദേഹത്തെ ആദ്യം ഈ കുഞ്ഞിന് എന്താണോ പരിചരണങ്ങൾ നൽകേണ്ടത് അതൊക്കെ മുഴുവനായിട്ട് നൽകുകയും കുഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചുമയ്ക്കാനായിട്ട് തുടങ്ങി. കുടിച്ച വെള്ളമൊക്കെയും പുറത്തേക്ക് കളയുവാനായിട്ട് ചെയ്യേണ്ട പരിശ്രമങ്ങൾ മുഴുവനായിട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ചില നിമിഷങ്ങൾക്ക് ശേഷം കുഞ്ഞ് ചുമച്ചുകൊണ്ട് എഴുന്നേൽക്കുകയും വീണ്ടും ആവശ്യമായ ശുശ്രൂഷകൾ നൽകി ഈ യൗവനക്കാരനായ മനുഷ്യൻ അവിടെ നിന്ന് പോകുവാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഈ കുഞ്ഞ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, താങ്ക്സ് അങ്കിൾ. എന്നാൽ ആ സമയത്ത് ആ യുവാവ് പറഞ്ഞ മറുപടി വളരെയധികം ശ്രദ്ധേയമായ ഒന്നാണ്. നീ രക്ഷപ്പെടേണ്ടവനാണ് എന്ന് ദൈവത്തിന് നിശ്ചയമുണ്ടായിരുന്നു. ഇനിയുള്ള നിന്റെ ജീവിതം കൊണ്ട് നീ അത് തെളിയിച്ചാൽ മാത്രം മതി. എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട. ഇനിയുള്ള ജീവിതം കൊണ്ട് നീ രക്ഷപ്പെടേണ്ടവനായിരുന്നു എന്നുള്ളതിനെ തെളിയിക്കുക. ഒരു നോമ്പിൻ്റെ നാളുകളിലൂടെ നാം കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജീവിതം എത്തരത്തിലേക്കാണ് കർത്താവുമായുള്ള ബന്ധത്തിൽ എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എത്ര ആപത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്കുണ്ടായി, അനർത്ഥങ്ങൾ സംഭവിക്കാമായിരുന്ന നിമിഷങ്ങളിൽ നിന്നൊക്കെയും ദൈവം നമ്മെ രക്ഷപ്പെടുത്തി. രോഗം അതികഠിനമായ സാഹചര്യത്തിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും ജീവിക്കുവാനായിട്ട് അവസരം നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് ഭക്തന്മാരുടെ എണ്ണം കൂടുകയും ക്രിസ്തു ശിഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തി ആർജിച്ച ഒരു വചനമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്പ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചിലരെങ്കിലും പറയാറുണ്ട്, 1-ാം തീയതി ആകട്ടെ അല്ലെങ്കിൽ ഒരു പുതുവർഷമാകട്ടെ എല്ലാം ശരിയാക്കിക്കൊള്ളാം അല്ലെങ്കിൽ ശരിയായിക്കൊള്ളാം. പക്ഷേ ഇതൊന്നും നടക്കുവാനായിട്ട് പോകുന്നില്ല. ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ തന്നെയാണ് ക്രിസ്തുവിൻ്റെ നാമത്തെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാതെ പോകുന്നതും വചനം ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ജീവിക്കുന്നവരും. ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്ന നാം അവൻ നടക്കുന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അതിന് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വളരെയധികം പ്രധാനമായ ഒരു കാര്യം. ഇന്നൊരു പക്ഷേ നാം അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം ഭൗതികതയുടെ അതിപ്രസരമോ ആഗോളവൽക്കരണമോ അല്ല, കപട ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. യുക്തിവാദികളുടെ സംഘടനയായിട്ട് ഈ ഇടയിൽ കഴിഞ്ഞ 2024 നവംബർ മാസം ഒരു മഹാസമ്മേളനം തൃശ്ശൂർ കേന്ദ്രമാക്കി നടത്തി. 10,000 പേർക്ക് മാത്രമാണ് അവർ രജിസ്ട്രേഷൻ നൽകിയ കാര്യാദികളൊക്കെ ചെയ്തത്. പക്ഷേ അതിനേക്കാൾ അധികമായ യുക്തിവാദികൾ ഉള്ള ഒരു സംസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നു എന്നുള്ളതാണ് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം. യുക്തിവാദികളെക്കാൾ കപടത അണിഞ്ഞ് ക്രിസ്തു വിശ്വാസികളായിരിക്കുന്നവരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നോമ്പ് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. 2 പ്രധാന ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്പ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശ്വാസി എന്ന് പറയുന്ന നാം ഓരോരുത്തരും കർത്താവിനോട് ചേർന്ന് നടക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന തിരുവചനം 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. വചനം ഇങ്ങനെ പറയുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ
നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. വെളിച്ചത്തിൽ നടക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത്. നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങളിൽ നമുക്ക് പങ്കാളിത്തം വഹിപ്പാനും കർത്താവിനോട് ചേർന്ന് നടക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ സാധ്യമാക്കുവാനായിട്ട് സാധിക്കും. സൃഷ്ടിയുടെ ആരംഭത്തിൽ നമുക്കറിയുവാനായിട്ട് കഴിയുന്നത്, ഒന്നാം ദിവസത്തെ സൃഷ്ടി പ്രക്രിയയിൽ ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വെളിച്ചത്തെ സൃഷ്ടിക്കുക മാത്രമല്ല, ഇരുളിനെ അവിടെ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നടക്കേണ്ട നാം വെളിച്ചത്തിൽ നടക്കുന്ന മക്കളായി തീരണം. രണ്ടാമതായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. സത്യത്തിലൂടെ നടക്കുവാനായിട്ട് സാധ്യമാകാതെ പോകുന്ന ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തു തന്നെ പ്രയാസങ്ങൾ ഉണ്ടായാലും സത്യത്തിലൂടെ നടക്കുവാനായിട്ടുള്ള ഒരു ശീലം ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം നാം പഠിക്കുന്ന സാഹചര്യത്തിൽ 32 മുതൽ 44 വരെയുള്ള ഭാഗത്ത് പറയപ്പെട്ടിരിക്കുന്ന 5 അപ്പവും 2 മീനും വാഴ്ത്തി 5000 പേരെ പോഷിപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ച് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. 5000 പുരുഷന്മാർ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയുവാനായിട്ട് കഴിയും, ഏകദേശം 3-4 ഇരട്ടിയിലധികം ജനത വീണ്ടും അവിടെ ഉണ്ടായിരുന്നു എന്നത്. എന്നാൽ യേശുവിൻ്റെ ക്രൂസിൻ്റെ അരികിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഇതാണ് ഇന്നത്തെ കപടത നിറഞ്ഞ വിശ്വാസവും ഒരു യഥാർത്ഥ വിശ്വാസിയും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നത്. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നോമ്പിൻ്റെ നാളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ നാം ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നാം കർത്താവിനോട് ചേർന്ന് നടക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് മാറ്റപ്പെടണം. 2, സത്യത്തിൽ നടക്കുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ സാധ്യമാക്കണം. തീർച്ചയായിട്ടും ഈ വചനങ്ങൾ ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.